ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തിക്കൊണ്ട് കുഞ്ഞു പോകുന്നതിന്റെ വിഷമത്തിൽ അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രസന്ന വരുന്നത്. മീനാക്ഷിയെ കാണുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ട് പ്രസന്നയ്ക്ക്. മീനാക്ഷിയെ അങ്ങനെ നോക്കിക്കൊണ്ട് പ്രസന്ന ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് വാടക വീട്ടിലേക്ക് മാറാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായി തുളസിയേട്ടൻ ഒരു വണ്ടിയും 3-4 ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. അവര് ആ വണ്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. പ്രസന്ന പോയി മീനാക്ഷിയോട് പറയുന്നുണ്ട്, മോളെ കുഞ്ഞിനെ ഇങ്ങോട്ടായോ, അവര് വരുമ്പോ കുഞ്ഞിനെ ഇങ്ങനെ കൊടുക്കാനാണോ, കുളിച്ചു ഒരുക്കണ്ടേ, ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ട് വരാം, ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കാനായി പോകുമ്പോ മീനാക്ഷി പ്രസന്നയോട് പറയുന്നുണ്ട്, വേണ്ട, കൊച്ചിനെ ആരും തൊട്ടു പോകരുതെന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മഞ്ജിമ വരുന്നത്. എന്താണമ്മേ കാരണമെന്ന് മഞ്ജിമ ചോദിക്കുമ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്, റൂമിൽ നിന്ന് എല്ലാരും പോ, എന്റെ കുഞ്ഞിനെ ആരും തൊട്ടു പോകരുത് എന്ന് പറയാണ്. മഞ്ജിമ അപ്പോൾ വളരെ സങ്കടത്തോടെ മീനാക്ഷിയുടെ അടുത്തിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, എന്തായാലും കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം, അത് ചേച്ചി പണ്ടേ സമ്മതിച്ചതാണ്, ബഹളം വെച്ച് അച്ഛനെ കൂടി ഇങ്ങ് വരുത്തണോ, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തായോ, പറയുന്നതൊന്ന് അനുസരിക്ക് ചേച്ചി എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായി വാങ്ങുകയാണ് മഞ്ജിമ. എന്നിട്ട് പ്രസന്ന പറയുന്നുണ്ട്, കുഞ്ഞിനെ കുളിപ്പിച്ച് ഞാൻ നിന്റെ കയ്യിൽ തന്നെ തരാമെന്ന് പറഞ്ഞ് മഞ്ജിമയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ച് കുളിപ്പിക്കാനായി കൊണ്ടുപോവുകയാണ് പ്രസന്ന. കുഞ്ഞിനെ വാങ്ങാനായി പ്രസന്നയുടെ പിന്നിൽ പോവാൻ നിൽക്കുകയാണ് മീനാക്ഷി. മഞ്ജിമയാണെങ്കിൽ മീനാക്ഷിയെ ആശ്വസിപ്പിച്ച് കുഞ്ഞിനെ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുകയാണ്. ഇതിനുശേഷം പ്രസന്ന കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടുവരികയാണ്. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, കുട്ടിയെ ഒരുക്കാനായി നല്ലൊരു ഡ്രസ്സും അവളുടെ പൊട്ടും കൺമഷിയൊക്കെ എടുത്തോണ്ട് വായു എന്ന് പറയാണ്. മഞ്ജു കുഞ്ഞിന്റെ ഉടുപ്പും പൗഡറും കൺമഷിയൊക്കെ എടുത്ത് വന്ന് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത് നല്ല ഉടുപ്പല്ലേ എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീട് പ്രസന്ന ആ ഉടുപ്പ് വാങ്ങിച്ച് കുഞ്ഞിന് ഇട്ടുകൊടുക്കാനായി പോകുന്ന സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, വേണ്ട, ആരും എന്റെ കുഞ്ഞിനെ ഒരുക്കണ്ട, കുഞ്ഞിനെ അണിയിച്ചൊരുക്കാൻ ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട, എല്ലാരും തന്നെ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് പ്രസന്നയെയും മഞ്ജിമയെയും റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട് മീനാക്ഷി തന്നെ കുഞ്ഞിനെ ഉടുപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ പൊന്നുമോളെ എന്നും ഇങ്ങനെയായിരിക്കണം, ചെന്നാലും ഇങ്ങനെ തിളങ്ങി നിൽക്കണം, പേരുടെ നടുക്കെ നിന്നാലും എന്റെ കുഞ്ഞിനെ എല്ലാരും തിരിച്ചറിയണം, അതാണ് ഈ രാജകുമാരി എന്ന് എല്ലാവരും ചോദിക്കണം, എന്നെഴുതി പൊട്ടുതൊട്ട് എല്ലാ ദിവസവും ഇങ്ങനെ സുന്ദരിയായിരിക്കണം, കുഞ്ഞിനെ കാണുന്ന എല്ലാവരും ഇമച്ചിങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കണം, ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് മീനാക്ഷി ആ കുഞ്ഞിനെ തൊട്ടിയിൽ നിന്നും എടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. വീണ്ടും കുഞ്ഞിനെ തൊട്ടിയിലേക്ക് കിടത്തിക്കൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്, എന്റെ മോളെ എന്നും നല്ല വഴികളിലൂടെ മാത്രമേ നടക്കാൻ പാടൂ, ഒരിക്കലും കാലിടറരുത്, അമ്മയുടെ പ്രാർത്ഥന എന്നും ഈ മോളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. അതിനുശേഷം പ്രസന്ന വാടക വീട്ടിലേക്ക് മാറ്റാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിക്കഴിഞ്ഞ് തുളസിയേട്ടനോട് പണിക്കാര് പറയുന്നുണ്ട്, ചേട്ടാ ഇത് എപ്പോഴാണ് കൊണ്ടുപോകേണ്ടത്, എപ്പോഴാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാണെന്ന് പറയാണ്. തുളസിയേട്ടൻ അപ്പൊ പറയുന്നുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞു പോവാം, ഒരാള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. പണിക്കാരപ്പ പറയുന്നുണ്ട്, ചേട്ടാ എന്നാ ശരി, ഞങ്ങൾ പോയി ഓരോ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തുളസിയേട്ടന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച് ചായ കുടിക്കാനായി പോവുകയാണ്. വീണ്ടും തുളസിയേട്ടൻ ചന്ദ്രമോഹനെയും മേനോൻ സാറിനെയും കുഞ്ഞിനെ വാങ്ങാൻ വരാമെന്ന് പറഞ്ഞിട്ടും കാണാത്തതിനാൽ ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ എത്ര തന്നെ വിളിച്ചിട്ടും ചന്ദ്രമോഹൻ ഫോൺ എടുക്കുന്നില്ല. തുളസിയേട്ടനും കുടുംബവും എല്ലാവരും തന്നെ കുഞ്ഞിനെ കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവാമെന്ന് വിചാരിച്ച് റെഡിയായി എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. തുളസിയേട്ടൻ എന്നിട്ട് പ്രസന്നയോടും മഞ്ജിമയോടും പറയുന്നുണ്ട്, ഈ ചന്ദ്രമോഹൻ എന്താണ് ഫോൺ എടുക്കാത്തത്, എത്ര നേരം വെച്ചിട്ടാണ് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. മഞ്ജിമ ഇപ്പൊ പറയുന്നുണ്ട്, എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും അതാണ് എടുക്കാത്തത്, ഇനിയിപ്പോ അച്ഛന്റെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഒന്നിങ്ങ് തന്നെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് തുളസിയേട്ടന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി മഞ്ജിമ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫോണിനൊന്നും കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുമ്പോ പ്രസന്ന പറയുന്നുണ്ട്, ഇനിയിപ്പോ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും അവർക്ക് അപകടം സംഭവിച്ചതായിരിക്കും എന്ന് ചോദിക്കുകയാണ്. തുളസിയേട്ടനപ്പൊ പറയുന്നുണ്ട്, എന്ത് അപകടം പറ്റാൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ആ കാര്യം പറയാനുള്ള ബാധ്യത അവർക്കില്ലേ, എങ്കിൽ ഫോൺ കോള് കണ്ടാൽ വേറെ ആരെങ്കിലും എടുക്കണ്ടേ, രാഹുകാലത്തിന് മുന്നേ ആ വീട്ടിലേക്ക് കയറാമെന്നാണ് വിചാരിച്ചത്, ഇനിയിപ്പോ അതും നടക്കില്ല, ചന്ദ്രമോഹന്റെ നമ്പർ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ, വേറെ അഡ്രസ്സും ഒന്നും തന്നിട്ടില്ല, അതിൽ തന്നെ എന്തോ ചതിയുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് തുളസിയേട്ടൻ വീണ്ടും ചന്ദ്രമോഹന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചന്ദ്രമോഹൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുളസിയേട്ടൻ വിളിക്കുന്നത്. തുളസിയേട്ടന്റെ കോളാണെന്ന് അറിഞ്ഞതും ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് ചന്ദ്രമോഹൻ. അതിനുശേഷം മീനാക്ഷിയും റെഡിയായി സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്ന് കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഞ്ജു മീനാക്ഷിക്ക് ഭക്ഷണവുമായി വരുന്നത്. മഞ്ജു എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചി
ഈ ഭക്ഷണം കഴിക്ക്, അച്ഛനിപ്പോൾ പുറത്തുപോയി ഊണ് വാങ്ങിയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന്. മഞ്ജു വീണ്ടും പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ കഴിക്കാതിരുന്നാലോ, ജീവനെങ്കിലും ബാക്കി വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇനി ആർക്ക് വേണ്ടിയാടി ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് ചേച്ചിയെ ആർക്കാണ് വേണ്ടാത്തത്, എനിക്ക് വേണം, അച്ഛന് വേണം, അമ്മയ്ക്ക് വേണം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ചേച്ചിയുടെ ഒരു വലിയ ത്യാഗം കൊണ്ടാണ്. ഞങ്ങളാരും അത് മറന്നിട്ടില്ല, ഇനിയൊട്ടും മറക്കുകയുമില്ല എന്ന് മഞ്ജു പറയുമ്പോൾ മീനാക്ഷി പറയാണ് എല്ലാം പകരമായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കൊടുക്കണമെന്നാണോ അതിനെ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ചേച്ചിയോട് മറക്കണമെന്ന് പറഞ്ഞോ? അങ്ങനെ ആരും ചേച്ചിയോട് പറയില്ല. ചേച്ചിക്ക് അങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? ചേച്ചി തൽക്കാലം കുഞ്ഞിനെ വളർത്താൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് കരുതിയാൽ മതി. ചേച്ചി ഒരിക്കലും കുഞ്ഞിനെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരുപാട് നേരമായി മേനോൻ സാർ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ എല്ലാവർക്കുമുള്ള ഭക്ഷണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ചേച്ചി ഇത് കഴിക്കുമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന്. വീണ്ടും വീണ്ടും മഞ്ജു നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയെ. മീനാക്ഷി അപ്പൊ മഞ്ജുവിനോട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ പോ മഞ്ജു എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന ഭക്ഷണം അവിടെ വെച്ച് മഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് രാത്രിയിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരാത്തതിന്റെ ആവലാതിയിൽ തുളസിയേട്ടൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മഞ്ജു അപ്പൊ വന്ന് തുളസിയേട്ടനോട് സംസാരിക്കുന്നുണ്ട് അച്ഛനിങ്ങനെ ടെൻഷൻ ആവണ്ട, അവരെന്തെങ്കിലും തിരക്കിൽപ്പെട്ടതുകൊണ്ടായിരിക്കും വരാതിരുന്നത്, നാളെ അവര് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുമെന്ന് പറയുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട് എനിക്കെന്തോ അത്ര വലിയ വിശ്വാസമല്ല, അവര് വേണമെങ്കിൽ നമ്മളെ ചതിക്കും, അപ്പോൾ അവർ വന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അവരങ്ങനെ വരാതിരിക്കോ, ഇത്രയും ക്യാഷൊക്കെ തന്നതല്ലേ, അപ്പൊ പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ എന്തായാലും വരുമെന്ന് പറയുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട് 10-20 ലക്ഷം രൂപ നമുക്ക് തന്നതല്ലേ, അതങ്ങ് പോയാ പോവട്ടെ എന്ന് വിചാരിക്കും, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ, എനിക്കൊന്നും അറിയുന്നില്ല എന്ന് തുളസിയേട്ടൻ പറയാണ്. മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് എന്തു പറയണമെന്നറിയാതെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ തുളസിയേട്ടന്റെ ഫോണിലേക്ക് ചന്ദ്രമോഹൻ വിളിക്കുന്നുണ്ട്. ഫോണ് റിങ് ചെയ്യുന്നതും തുളസിയേട്ടൻ വന്ന് കോൾ എടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമോഹനോട് ദേഷ്യപ്പെടുന്നുണ്ട് തന്നെ ഇന്നലെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ഒരു പ്രാവശ്യമെങ്കിലും കോൾ എടുത്തോ, കുറെ കഴിഞ്ഞപ്പോ ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു, ഞാൻ കടിച്ചു പിടിച്ചിട്ടാണ് തന്റെ തള്ളയ്ക്കും തന്തയ്ക്കും പറയാത്തത്, അത് താൻ ഓർത്തോ എന്ന് തുളസിയേട്ടൻ പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് ഏട്ടൻ ആദ്യം കേൾക്ക്, തക്കതായ കാരണമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട് എന്തായാലും താൻ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ എങ്കിൽ പിന്നെ ഫോൺ വിളിക്കുവോ, അന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിച്ചേനെ, ഞാൻ എല്ലാ കാര്യങ്ങളും തന്നോട് പറഞ്ഞതല്ലേ, എന്നെ കൈമാറിയിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ, തുണിയൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിവെച്ച് ഞാൻ തന്നെയും കാത്തു നിൽക്കുകയാണ്, ഇപ്പോ നേരത്തോട് നേരം ആകാറായി എന്ന് തുളസിയേട്ടൻ പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഏട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ ഇത്രയും നേരം കേട്ടു, ഇനി ഞാൻ പറയാനുള്ളതൊന്ന് ഏട്ടൻ കേൾക്കണം. മേനോൻ സാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, മേനോൻ സാറിന്റെ ഭാര്യ മരിച്ചു, മേനോൻ സാറിന് ഗുരുതരമായി പരിക്കേറ്റു, ഏട്ടൻ വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഏട്ടനോട് ഞാൻ എന്തു പറയണമായിരുന്നു എന്ന് ചന്ദ്രമോഹൻ പറയാണ്. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് തുളസിയേട്ടൻ. വീണ്ടും ചന്ദ്രമോഹൻ പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഇതിൽ കഴിയില്ല, മേനോൻ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാൾ ICUയിലാണ്, ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തുളസിയേട്ടൻ പറയുന്നുണ്ട് കൊച്ചിന്റെ കാര്യം എങ്ങനെയാണ് ഇനി, ഇതിന് താനൊരു സമാധാനം പറയുമെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ചേട്ടാ ഏട്ടന്റെ മനോധർമ്മം പോലെ ഏട്ടൻ എന്തു വേണമെങ്കിലും ചെയ്യേ, എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതിനു ശേഷം ഇത് ചെയ്യണമെന്നറിയാതെ തുളസിയേട്ടൻ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മഞ്ജു അച്ഛ എന്ന് വിളിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് തുളസിയേട്ടൻ സ്റ്റെപ്പിൽ ബോധം കെട്ട് കിടക്കുകയാണ്. മഞ്ജു വേഗം പോയി തുളസിയേട്ടനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും തുളസിയേട്ടൻ എഴുന്നേൽക്കുന്നില്ല. വേഗം തന്നെ മഞ്ജു കരഞ്ഞുകൊണ്ട് പ്രസന്നയെ വിളിക്കുന്നുണ്ട്. പ്രസന്നയും ഓടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. പിന്നീട് തുളസിയേട്ടന്റെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് തുളസിയേട്ടനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തുളസിയേട്ടന്റെ ഫോണെല്ലാം ചിന്നി ചിതറി കിടക്കുകയാണ് നിലത്ത്. പ്രസന്ന തുളസിയേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി, എന്തെങ്കിലും നെഞ്ചുവേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല എന്ന്. അതിനുശേഷം മഞ്ജു തന്റെ കയ്യിലുള്ള വെള്ളം തുളസിയേട്ടന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് താഴെ കിടക്കുന്ന ഫോൺ കാണുന്നത്. മഞ്ജു ആ ഫോണെല്ലാം എടുത്ത് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ തുളസിയേട്ടൻ ഒന്നും മിണ്ടാതെ ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.